ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ നടത്താൻ ഒരുക്കുന്ന ചടങ്ങിനെ പറ്റിയും അതിനുവേണ്ടി സുഭാഷ് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ സുഭാഷ് ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ എനിക്കങ്ങനെ വിളിക്കാമല്ലോ അല്ലേ എന്ന് നിധി അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ല എന്ന കാര്യം പറയാം. ഈ കല്യാണം കാരണം എൻ്റെ ചേട്ടൻ എന്നെ വെറുത്ത് പോയി, ശത്രുവിനെ പോലെയാണ് എന്നെ കാണുന്നതെന്നും കൊന്നു കളഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ നിധി ഇങ്ങനെ സുഭാഷിനോട് പറയുക. പക്ഷെ മനസ്സിൽ ഞാൻ മരിച്ചു എന്ന കാര്യവും പറയുക. അപ്പോൾ സുഭാഷ് ഇതൊക്കെ കേട്ട് അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ വീട്ടിൽ ഉള്ള എല്ലാവരും എന്നെ വെറുത്തെന്നും പക്ഷേ എൻ്റെ അച്ഛന് എന്നെ ഒരു തവണയെങ്കിലും കാണാൻ സമ്മതിക്കണമെന്ന് ഞാൻ എത്ര തവണ കെഞ്ചിയെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പട്ടി ഓടിച്ചു വിടുന്നത് പോലെയാണ് എന്നെ ഓടിച്ചു വിട്ടതെന്നൊക്കെ പറയുമ്പോഴും സുഭാഷ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കും. സുധീഷിനാണെങ്കിൽ ആകെ ഞെരുക്കം. എൻ്റെ കുടുംബം മുഴുവൻ എന്നെ കൈവിട്ടു എന്നൊക്കെ ഇങ്ങനെ നിധി പറയുമ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ മറിച്ച് നിങ്ങൾ സുധീഷിനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് സുഭാഷ് പറയുവാണ്. സുഭാഷിനോട് നിധി പറയുക, സുധീഷിന് വേണ്ടി ഇതൊക്കെ നിങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ കുടുംബവും എനിക്കില്ല, പിന്നെ ഈ കുടുംബം എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാവുന്നും നിധി പറയുക കേട്ടോ. അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്നും നിധി ഇങ്ങനെ സുഭാഷിനോട് പറയണം. നമ്മൾ സുധീഷ് ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ വന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല എന്നും നിധി പറയണം. പക്ഷെ നിങ്ങളതൊന്നും ചെയ്തില്ല, നിങ്ങൾ രണ്ട് കൈ നീട്ടി ഞങ്ങളെ സ്വീകരിച്ചു എന്നും പറഞ്ഞു. അതൊന്നും ഞാൻ മറക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് നേരെ കൈ കൂപ്പുക. നിധി അയ്യോ എന്താ മോളിത്, കൈ താത്തിയിടാൻ പറഞ്ഞു. ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ പറയടാ, കൈ താത്തിയിടാൻ പറയടാന്ന് പറഞ്ഞു. അപ്പം നിധി പ്ലീസ് കൈ താത്തിയിടാൻ സുധീഷ് പറഞ്ഞു. അപ്പം നിധി കൈ താത്തിയിട്ടു. അതിനുശേഷം പിന്നെ ഞാൻ ഈ റിസപ്ഷന് നിൽക്കില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഒറിജിനൽ അല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുധീഷ് ഞെട്ടി. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നിധി സുഭാഷിനോട് പറയുക കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ അച്ഛനെ സമാധാനപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ സുധീഷിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് നിധി പറയുമ്പോഴത്തേക്കും ദൈവമേ എന്നും പറഞ്ഞ് സുഭാഷ് തലയ്ക്ക് കൈ കൊടുക്കുക. നിധി എല്ലാ സത്യങ്ങളും പറഞ്ഞു കേട്ടോ. സുധീഷ് ആണെങ്കിൽ അവിടെ കൊടുത്തിരുന്ന ബിൽഡപ്പെന്ന് പറഞ്ഞ ചില്ലറ വല്ലതും ആണോ അനിയൻ്റെ കള്ളത്തരം മുഴുവനും നമ്മുടെ സുഭാഷ് ഇങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ചിന്തിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. സുധീഷിന് എന്ത് ചെയ്യണമെന്നറിയില്ല, സുഭാഷിനും എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് എല്ലാം വിശദമായി നമ്മുടെ നിധി സുഭാഷിനോട് പറയുവാണ്. അപ്പോൾ അന്ന് രാത്രി വേറെ ഇടം കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് സുധീഷ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന കാര്യവും നിധി പറയുക കേട്ടോ. സുധീഷ് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അന്ന് അച്ഛനെ കാണാൻ പറ്റാതെ തിരിച്ചു വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിപ്പിച്ചെന്നും അവിടെ ചെന്നപ്പോൾ എൻ്റെ കല്യാണം നിയമപ്രകാരം നടന്നു എന്ന് പറഞ്ഞു ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നു. എങ്ങനെ ഇതൊക്കെ നടന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ചേട്ടാ എന്ന് നിധി പറയുക. ആ ഷോക്കിൽ നിന്ന് തന്നെ ഞാൻ ഇതുവരെ മാറിയിട്ടില്ലെന്ന് പറയുമ്പം സുധീഷ് എടാ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിക്കുക. ചേട്ടാ അത് ചേട്ടാ സത്യം ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുഭാഷ് അന്തം വിട്ട് നിൽക്കുക. എൻ്റെ വീട്ടുകാരെ പറ്റിക്കാനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ ഒക്കെ അഭിനയിച്ചത്. ഇനി ഈ റിസപ്ഷനിലും കൂടെ വന്നു നിന്ന് നിങ്ങളെ കൂടെ ചതിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിധി സുഭാഷിനോട് പറയണം. അപ്പോൾ എന്നോട് ക്ഷമിക്കണം ചേട്ടാ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ സുഭാഷിൻ്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞ് കരയൂ കേട്ടോ. സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ ആകെ തകർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാ സത്യവും സുഭാഷ് അറിഞ്ഞു. പണി പാളിയെന്ന് സുധീഷിന് മനസ്സിലായി. അപ്പോൾ സുധീഷ് ചേട്ടാ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. ചേട്ടാ സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. സുധീഷ് എന്നെ സഹായിക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം നിധി പറയാം. സുഭാഷിൻ്റെ ചങ്ക് വേനെടുക്കാൻ തുടങ്ങി. ചങ്കം തിരുമ്മിക്കൊണ്ട് സുഭാഷ് ഇങ്ങനെ നിൽക്കുക. എല്ലാം എൻ്റെ തീരുമാനമായിരുന്നെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുധീഷ് അടക്കം നിങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടി വന്നതാണെന്നും എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണേ ചേട്ടാ, സോറി ചേട്ടാ എന്നും പറഞ്ഞിട്ട് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ അതൊന്നും പറയണ്ട, അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. സോറിയുടെ ഒന്നും ആവശ്യമില്ല എന്നും പറയൂ കേട്ടോ. അപ്പോഴും നിധി നിന്ന് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ സുധീഷിനും പേടിയായി തുടങ്ങി. എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ച് വിറച്ച് സുധീഷ് ഇങ്ങനെ നിലത്തോട്ട് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. സമയത്ത് സുഭാഷ് അവിടെ നിന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളും നിധി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം സുഭാഷ് അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചു. ഇനി അവനത് പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ദേ മോളെ ഈ വീടിനെ പറ്റി ആളുകൾ പറയുന്നൊരു പേരുണ്ട്, പെണ്ണുങ്ങൾ വാഴാത്ത ഒരു വീടാണെന്ന്. അപ്പോൾ നിധി ഇതിങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത്
ഞങ്ങളുടെ അമ്മയെ ഞങ്ങളെല്ലാവരും ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ മരിച്ചു പോയതാണെന്ന് സുഭാഷ് പറയാം കേട്ടോ നിധിയോട്. സുഭാഷ് പറയുന്നത് കേട്ട് സുധീഷിനെ കണ്ണു നിറഞ്ഞു. അതിനുശേഷം അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു. അവരും കുറച്ച് കഴിഞ്ഞപ്പം ഇട്ടേച്ചു പോയി. അന്നു മുതലുള്ള പേരാ, പെണ്ണുങ്ങൾ വാഴാത്തൊരു വീടാണ് ഇതെന്ന്. അപ്പം നിധി ഇങ്ങനെ വിഷമിച്ചതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സുധീഷിനും ഭയങ്കര ചമ്മല. നീ എന്നെ ചേട്ടാന്ന് വിളിച്ചതല്ലേ, അപ്പോൾ നിന്നോട് പറയാൻ ഞാനെന്തിനാ മടിക്കുന്നേ? എത്രയോ കല്യാണാലോചനകൾ തന്നെ എനിക്കും നടന്നിരിക്കുന്നു. ഞാനേ പെണ്ണ് കാണാൻ പോകുന്നതിന് നാട്ടുകാർ കളിയാക്കി പറയുന്നതേ സുഭാഷ് കാപ്പി കുടിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. ചുമ്മാ പോയി കാപ്പി കുടിച്ച് തിരിച്ചു വരിക, ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ നോക്കുക കേട്ടോ. അവർ പറഞ്ഞത് ഇത്രയും കാലം അത് ശരിയായിട്ടുമുണ്ട്. പിന്നെ ഒരു പെൺകുട്ടിയും കല്യാണം കഴിഞ്ഞ് ഈ വീടിൻ്റെ പടി കയറി വന്നിട്ടില്ല എന്ന് സുഭാഷ് നിധിയോട് പറയുക. നിധി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക. സുധീഷ് അന്നേരം തൊട്ടരികിൽ നിന്ന് കരയുവാണ്. പിന്നെ ഇവൻ്റെ കൂടെ മോളി പടി കയറി വന്നപ്പോൾ ഞങ്ങളെല്ലാം ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ അവന്മാരുണ്ടല്ലോ എന്നേക്കാളും ഹാപ്പി ആയിരുന്നു എന്ന കാര്യം സുഭാഷ് പറഞ്ഞു. പിന്നെ ഈ വീടിൻ്റെ ജാതകം തിരുത്തി കുറിക്കാൻ സുധീഷ് ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മനസ്സ് തുറന്ന് ഞങ്ങളൊക്കെ സന്തോഷിച്ചതാണെന്നും പറഞ്ഞ് ഏട്ടൻ പറയുമ്പോൾ സുധീഷ് നിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം നിധി ഇത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. സുധീഷിൻ്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് നിധിയും ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക കേട്ടോ. സുഭാഷ് എല്ലാ കഥകളും നിധിയോട് പറഞ്ഞു. പിറ്റേന്ന് മോള് തിരിച്ചു വീട്ടിലേക്ക് പോയപ്പം നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്ന് അറിയോ? ആ വന്നു കയറിയ പെൺകുട്ടിയും തിരിച്ചങ്ങ് പോയി എന്നുള്ളതാണെന്ന് പറഞ്ഞാണ് സങ്കടപ്പെടുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസപ്ഷൻ പോലും ഏർപ്പാടാക്കിയതെന്നും സുഭാഷ് നിധിയോട് പറയുക കേട്ടോ. സുധീഷ് ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നാട്ടുകാർ പറയുന്നത് പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു മോളെ എന്നും സുഭാഷ് നിധിയോട് പറയുമ്പോഴും നിധി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അവസാനം എന്ത് നടക്കരുത് എന്ന് ഞാൻ വിചാരിച്ചോ അത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്നും സാരമില്ല, നീ നാളെ എന്നേക്കുമായിട്ട് തിരിച്ചു പോകുമെന്നും സുഭാഷ് ഇങ്ങനെ നിധിയോട് പറയുക. സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുറ്റത്ത് കൂടിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ടുള്ളത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് ആശീർവദിക്കാനാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്നും അല്ല കേട്ടോ, അങ്ങനെയേ അല്ല. ഈ വീട്ടിൽ ഒരു കാലത്തും നല്ലത് നടക്കാനേ പോകുന്നില്ല. അത് ഇന്ന് തന്നെ തൊലഞ്ഞ് നാശമാകുന്നത് നേരിട്ട് കാണാൻ ആഗ്രഹിച്ച് കൊതിച്ചു വന്നിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതും. സമയം വൈകിയില്ലേ, ഇപ്പോഴേ അവരത് ഉറപ്പിച്ച് കാണുമെന്നും സുഭാഷ് ഇങ്ങനെ പറയുക. അപ്പോഴും നിധി ഇങ്ങനെ സുഭാഷിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഞാൻ ചെന്ന ഈ റിസപ്ഷൻ നടക്കില്ല എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. അവരത് ആഘോഷമാക്കുന്നത് മോൾക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ കഴിയും എന്നും നിധി പറയും. ആദ്യ ദിവസം നിങ്ങളിവിടെ വന്നപ്പോൾ എൻ്റെ അനിയന്മാർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിരുന്നില്ലേ? അതിലും വലിയ ആഘോഷമായിരിക്കും ഇന്നിനി ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചങ്ക് പൊട്ടി സുഭാഷ് പറയുമ്പം സോറി എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം മോളെ എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ ഇതിൽ നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല മോളെ. അങ്ങനെ നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീടിൻ്റെ ഒരു യോഗം അത്. നീ വിട്ടേക്കാൻ പറഞ്ഞു. രണ്ടുപേർ ആദ്യം പോയി, ഇപ്പോൾ മൂന്നാമത് നീയും പോണു. ഞാൻ നിന്നെ അതിൽ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ. ഒരിക്കലും ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല. എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു കല്യാണം ഈ കുടുംബത്തിൽ കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തലവര മാറിപ്പോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റിപ്പോയത്. ഞാനാ ചിന്തിക്കേണ്ടിയിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതും ആദ്യത്തതിനേക്കാൾ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പോൾ എന്ന് മാത്രമെന്ന് പറഞ്ഞ് സുഭാഷ് നിന്നിങ്ങനെ കരയുമ്പം സുധീഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരയാം. എന്നിട്ട് സുഭാഷിൻ്റെ കാല് പിടിക്കുകയാണ് സുധീഷ്. മര്യാദയ്ക്ക് ഇരിക്കടാന്ന് പറഞ്ഞു സുഭാഷേ, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ സോറി സുഭാഷ് ഏട്ടാന്നും പറഞ്ഞു സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അപ്പം ഇപ്പം നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് ഇതൊക്കെ പറയുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതൊക്കെ വിട്ട് കളയടാ, അതൊന്നും കാര്യമാക്കണ്ട. നാണം കിടന്ന് നമുക്ക് പുതിയ കാര്യം വല്ലതും ആണോ? ഇനിയും അവരെ കാത്തിരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, നീ വാ എന്ന് പറഞ്ഞ് സുധീഷിനെ വിളിച്ചുകൊണ്ട് സുഭാഷ് അങ്ങ് പോന്നു. നിധി അന്നേരം അവിടെ ഇരുന്ന് ചങ്ക് പൊട്ടി കരയുവാണ്. ഈ സമയത്ത് അവിടെ ബിരിയാണിയൊക്കെ ചെമ്പ് പൊട്ടിച്ചു. എന്നിട്ട് നമ്മുടെ അച്ഛൻ ഭാസ്കരേട്ടൻ അതൊക്കെ ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. കലക്കിയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ അവിടെ കുപ്പി പൊട്ടിയിലായി ഭയങ്കര ഇതായിട്ട് അവിടെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരീഷ് അവിടെ ഇങ്ങനെ മേശയിൽ
ഷീറ്റൊക്കെ വിരിക്കാൻ എടുക്കുന്നപ്പോഴത്തേക്ക് നികേഷ് അങ്ങോട്ടേക്ക് ചെന്നു. ഹരീഷേട്ടാ എന്ന് പറഞ്ഞങ്ങ് ചെന്നു. അപ്പോൾ ഇതൊക്കെ സുഭാഷും സുധീഷും കൂടെ അവിടെ നിന്ന് കാണും കേട്ടോ. അപ്പോൾ ഏട്ടത്തി എവിടെ, ഇതുവരെ എന്താ ഒരുക്കി കഴിഞ്ഞില്ലേ എന്ന് നികേഷ് ചോദിക്കാം. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വരേണ്ടത്, ഇങ്ങനെ മാത്രം വന്ന് നിൽക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു ഹരീഷ്. അപ്പോൾ സുഭാഷേട്ടാ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു സുധീഷ്. എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ട് പിരിഞ്ഞു പോകാൻ പറയാമെന്ന് പറഞ്ഞു. അയ്യോ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്നൊക്കെ സുധീഷ് ചോദിച്ചു. അപ്പോൾ വേറെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നീ മാത്രമായിട്ട് സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്ന് സുഭാഷ് ചോദിച്ചു. നിധി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് സുഭാഷ് ചോദിക്കും കേട്ടോ. നിൻ്റെയെങ്കിലും കല്യാണം നടന്നു കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചതാ, ഇപ്പം അതും പോയിന്ന് സുഭാഷ് സുധീഷിനോട് പറയണം. ഇനി വാ എന്നും പറഞ്ഞു എന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. എന്നിട്ട് അവരങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് അങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് സ്റ്റേജിൽ, ചേട്ടനും അനിയനും കൂടി. അപ്പോഴേക്കും അവിടെ മാമനും അമ്മായിയും കൂടെ എന്താ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്ത് ഹരീഷും നികേഷും ഇങ്ങനെ നോക്കും കേട്ടോ, എന്താ ഇവിടെ. അപ്പോൾ പെൺകുട്ടി എവിടെ സുഭാഷേ എന്ന് വന്നതിൽ ഒരു ചേച്ചി ചോദിച്ചു. ആ സമയത്ത് ആ പാട്ടൊന്ന് ഓഫ് ചെയ്യാവോ എന്ന് ചോദിച്ചു കേട്ടോ സുഭാഷ്. ആ സമയത്ത് സുനന്ദയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും, അതേമേ എന്താ സംഭവം എന്ന്. പാട്ട് ഓഫ് ചെയ്തപ്പോൾ അച്ഛൻ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നു. സുഭാഷ് എല്ലാവരുടെ നേരെ കൈ കൂപ്പി. അപ്പോൾ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, അത് നിങ്ങൾക്കൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ പോയാൽ പോരെ, ഞങ്ങൾ വന്നതേ ചടങ്ങ് കൂടി കാണാനാണെന്നും പെണ്ണിനോട് വന്ന് നിൽക്കാൻ പറ എന്ന് അവിടെ വന്ന ചേട്ടന്മാരിൽ ചിലരൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നു. അപ്പോൾ എന്താ സുഭാഷേ, നിങ്ങൾ ആണുങ്ങൾ മാത്രം വീട്ടിലുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ പെണ്ണ് ഓടിപ്പോയോടാ എന്നാ ചേച്ചി, അതിലൊരു ചേച്ചി ഇങ്ങനെ ഇവരെ കളിയാക്കി ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചും ചിരിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ സുഭാഷ്, ഞാൻ പറയുന്നതല്ല ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളൊക്കെ കേൾക്കാം, അതിന് മുൻപ് ഇവിടെ ഫംഗ്ഷൻ ഉണ്ടോ ഇല്ലയോ അത് നീ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്ഛനും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ സുഭാഷ് അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ സുഭാഷ്. ഫംഗ്ഷൻ അപ്പോഴത്തേക്കും ചേട്ടാ എന്നും പറഞ്ഞു അകത്തുനിന്ന് ഒരു വിളി. നോക്കുമ്പോൾ എന്താ നമ്മുടെ നിധി വന്നിങ്ങനെ നിൽക്കുക. എല്ലാവരും ഞെട്ടിപ്പോയി. നിധി ഇറങ്ങി വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരും അത്ഭുതത്തോടെ നിധിയെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.